തീരുമാനിക്കാം. അതുപോലെ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇൻ റിട്ടേൺ കിട്ടും. ഇന്ന് നമുക്ക് സമൂഹത്തിലുണ്ടാകുന്ന വലിയ ഒരു പ്രശ്നത്തിന് കാരണം, ഡോക്ടർമാരും പൊതുജനങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് കാരണം, വി ആർ നോട്ട് റെസ്പെക്ടിങ് ദം. ദാറ്റ് ഇസ് വൈ ദേ ആർ നോട്ട് റെസ്പെക്ടിങ് യു. ഗിവ് ഇറ്റ് ആൻഡ് ടേക്ക് ഇറ്റ് ബാക്ക്. അതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൊരു കാര്യം. പിന്നെ എൻ്റെ ഒരു 5 minutes കൂടെ, എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ക്യാമ്പസിലുണ്ടായിരുന്നു. എൻ്റെ സീനിയർ ബാച്ചിലറാണ്, രാമേന്ദ്ര മാഷാണ്. അദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണുള്ളത്. നല്ല മിടുമിടുക്കന്മാർ. മൂത്താൾ നല്ല ഇൻ്റലിജൻ്റാണ്. നമ്മുടെ പണ്ടത്തെ കളക്ടർ രാജു നാരായണ സ്വാമിയെ പോലെ എല്ലാ പരീക്ഷയിലും ഒന്നാമനായി ജയിക്കുന്ന ഒരു വ്യക്തി. മാഷ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും മാഷ വാചാലനാവാറുണ്ട് മൂത്ത കുട്ടിയെക്കുറിച്ച്. എനിക്ക് സംശയം തോന്നാറുണ്ട്, മാഷക്ക് മൂത്തവനോടാണോ സ്നേഹം കൂടുതലെന്ന്. എപ്പോഴും ഇളയവനെ കുറ്റം പറയുള്ളൂ. അവൻ ഭയങ്കര ലേസിയാണ്, അവൻ പഠിക്കില്ല, ശ്രദ്ധിക്കുന്നില്ല, എല്ലാം കളിച്ച് നടക്കുകയാണ്, എന്താണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് മാഷ കാണണേ. അപ്പോൾ മാഷ് പറഞ്ഞു 2 പേരും MBBS പഠിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു 4-5 കൊല്ലം മുമ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ മാഷ് പറഞ്ഞു, 2 പ്രാക്ടീസെല്ലാം തുടങ്ങി. മൂത്തവൻ എൻ്റെ ക്ലിനിക്കിൽ എപ്പോൾ ആഴ്ചയിൽ ഒരു പ്രശ്നമെങ്കിലും ഉണ്ടാകാണ്ടിരിക്കില്ല. ഇളയവൻ ഇന്നേ വരെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. എന്താണിത്? ഇതിന് കാരണമെന്ന് ഞാൻ മാഷുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയായിരുന്നു. മൂത്തവന് 2 പേർക്കും നല്ല ഇൻ്റലിജൻസ് ഉണ്ട് എനിക്കറിയാം. പക്ഷേ മൂത്തവന് ഇൻ്റലിജൻസ് കൂടുതലുണ്ട്, IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. ബട്ട് വാട്ട് അബൌട്ട് EQ, ഇമോഷണൽ കോഷ്യൻ്റ് മൂത്താക്ക് കുറച്ച് ലാക്കിംഗ് ആണ്. യു നോ വാട്ട് ഈസ് ഇമോഷണൽ കോഷ്യൻ്റ്? വേറൊരെണ്ണം കൂടിയുള്ളത് എന്താ? AQ, ദാറ്റ് ഈസ് അഡ്വേഴ്സിറ്റി കോഷ്യൻ്റ്. അതായത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അഡ്വേഴ്സ് സിറ്റുവേഷൻസിൽ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ദാറ്റ് ഈസ് AQ. ആൻഡ് ദ 4th one ഈസ് CQ, ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി കോഷ്യൻ്റ്. ഈ 4 കോഷ്യൻ്റിൻ്റെയും കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു സമന്വയമാണ് നിങ്ങളെ ഒരു നല്ല ഡോക്ടറാക്കി തീർക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹൗസ് ഏജൻസി, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഞങ്ങളുടെ ഇവിടെയുള്ള ജോസ് സാറ്, ബീന മാമൊക്കെ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഇവിടെയുള്ള പല ഫാക്കൽറ്റിയും, ഞങ്ങളുടെ വള്ളിയോട് സാറും ഒക്കെ കാലിക്കറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അന്ന് 1980s 3 ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ഒറ്റ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഒരു പ്രൈവറ്റ് സെക്ടർ ഇതിൻ്റെ 1000-1 പോലും സ്ട്രോങ് അല്ല എന്തായാലും. അപ്പോൾ എല്ലാ ദിവസവും ഇഷ്ടം പോലെ കേസസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് മരണങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് മരണം കാണുമ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. അങ്ങനെ തന്നെ എപ്പോഴും വാർഡ് നിറഞ്ഞ് കവിയും, നിലത്ത് കിടക്കുന്നുണ്ടാവും പേഷ്യൻസ്. ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കുറേ കാലമായി. അപ്പോൾ ഹൗസ് ഏജൻസി പീരീഡിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ NSV സാർ എന്നറിയപ്പെടുന്ന NS വേണുഗോപാൽ സാർ ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്. അതായത് നിങ്ങളുടെ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗി മരിച്ചു പോയാൽ അതെങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളുടെ ആ രോഗിയുടെ ബന്ധുക്കളോട്. അതായിരുന്നു അന്നത്തെ ക്ലാസ്സിൻ്റെ അന്തഃസത്ത. അദ്ദേഹം പറഞ്ഞത്, ഡെമോക്ലിസോട് പോലെ അത് ടപ്പ് എന്ന് പറഞ്ഞ് വീഴരുത്. അതായിരുന്നു ഇൻ ഷോർട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് സ്ലോയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വളരെ എന്തൂസിയാസിലെന്ന് കാഷ്വാലിറ്റി പോസ്റ്റിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ ടേൺ ബൈ ടേൺ ആയിട്ട് ഈ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പഠിച്ചതിന്. അപ്പോൾ 2-3 എണ്ണം കഴിഞ്ഞു. അടുത്ത എൻ്റെ ഊഴാണ്. ഞാൻ പേഷ്യൻ്റ് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക, ഏതാണ് നെക്സ്റ്റ് ഡെത്ത് എന്ന് നോക്കിക്കൊണ്ട്. അപ്പോഴാണ് കാഷ്വാലിറ്റിയിലൊരു കേസ് വരുന്നത്. ഒരു പദയാത്രികനെ ഒരു ലോറി തട്ടി. അപ്പോൾ അയാൾ അവിടെ വീണു, ഓൾമോസ്റ്റ് ഡെഡാണ്. ആശുപത്രിയിൽ അടുത്തുനിന്ന് തന്നെയായിരുന്നു, ഏതാണ്ട് ഫ്യൂ കിലോമീറ്റേഴ്സ്. കൊണ്ടുവരുമ്പോൾ തന്നെ പൾസില്ല, BP ഇല്ല, ചോരയൊക്കെ പോയിട്ടുണ്ട്, ബ്രീത്തിങ് മാത്രമുണ്ട്. തലച്ചോറ് മുഴുവൻ സ്കൾ പൊട്ടിയിട്ട് റോഡിൽ തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ തലച്ചോറില്ലാണ്ട് ജീവിക്കുന്ന അന്നാണ് ആദ്യമായിട്ട് മനസ്സിലായത്. പിന്നെ ആസ് യൂഷ്വൽ ആരും ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവില്ല ആക്സിഡൻറ്റിന്, റിലേറ്റീവ്സ് ആരുമില്ല. 1 മണിക്കൂർ കഴിയുമ്പോഴാണ് അവരുടെ അടുത്ത ബന്ധു വരുന്നത്. ഞാൻ ഉടനെ തന്നെ കോളറൊക്കെ നേരെ പിടിച്ച് ഇയാളോട് പറയണമല്ലോ കാര്യം. അയാളെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ലോറി അമിത വേഗത്തിൽ വന്ന് തട്ടിയതാണ്, അവിടെ തന്നെ വീണു, തല റോഡിലിടിച്ചുകൊണ്ട് പകുതിയും ബ്രെയിൻ റോഡിൽ തന്നെ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ ചോരയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹാർട്ട് വളരെ ഇങ്ങനെ അടിക്കണേ ഉള്ളൂ. വലതുവശത്ത് 8 എല്ലും 8 വാരിയെല്ലും ഇടതുവശത്ത് 4 വാരിയെല്ലും പൊട്ടിയിട്ടുണ്ട്. കാലിന് കീഴ്പോട്ട്
ഒരു കാലില്ല, മറ്റേ കാലിന് 4 പൊട്ടുണ്ട്. ഞങ്ങളെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട് അയാൾ ചോദിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമല്ല പകച്ചു പോയത്, എൻ്റെ കൂട്ടുകാർ മുഴുവൻ പകച്ചു പോയി. അപ്പോൾ തന്നെ ഞാനൊരു സന്തുലനം വീണ്ടെടുത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഇത്രയൊക്കെ പ്രശ്നമുള്ളൂ, നമുക്ക് കാക്കാം, കുറച്ച് സമയം കൂടെ നോക്കാം. അതാണ് എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് പഠിക്കുന്ന കാലത്തുള്ളത്, മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാന കാര്യം, ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ എത്തിക്കൽ പ്രാക്ടീസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ് അൺഎത്തിക്കൽ. എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ വലിയ പുസ്തകങ്ങളൊന്നും എടുത്ത് വായിക്കുകയോ ഇതൊന്നും വേണ്ട. മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും നിങ്ങൾ ക്ലിനിക്കിൽ വെച്ച് ചെയ്യാൻ പാടില്ല. മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ പലരും പലതും ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഇത് പറഞ്ഞുകൊണ്ടേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ബി ഫ്രാങ്ക് ഓൾവേസ് ടു ദ പേഷ്യൻറ്റ്. ഒരു കാര്യം മനസ്സിലാക്കുക, IQ നിങ്ങൾക്ക് വളരെ കൂടുതലുണ്ട്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. പക്ഷേ നമ്മുടെ ചീഫ് ഗസ്റ്റ് പറഞ്ഞ പോലെ രോഗിക്കും കൂടെയുള്ളവർക്കും നിങ്ങളെക്കാളും എത്രയോ മടങ്ങ് കോമൺ സെൻസ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസും കോമൺ സെൻസും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനേറ്റ് ആണ് ഓൾവേസ് കണ്ടുവരുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകും തോറും കോമൺ സെൻസ് കുറഞ്ഞു വരും. അതുകൊണ്ട് നിങ്ങൾ രോഗിയോട് സംവദിക്കുമ്പോൾ അവർക്കറിയുന്ന ഭാഷയിൽ അവരുടെ രോഗവിവരം പറഞ്ഞു കൊടുക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും അത് അവരുടെ അവകാശമാണ്, അത് നിങ്ങളുടെ കടമയാണ്, അത് നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും നല്ല പേപ്പറിൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ കാലം മാറുകയാണ്, നമ്മൾ അതനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. പിന്നെ വേറൊരു കാര്യം, എല്ലാവർക്കും പേടിയുള്ളൊരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ഒരു നല്ല സ്മാർട്ട് ഫോൺ സ്വന്തമാക്കിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ബുദ്ധിപൂർവവും വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൾസ് ഓക്സിമീറ്ററിനേക്കാളും ഉപയോഗമുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലെ ഈ മൊബൈൽ ഫോൺ. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു അനുഭവം പറയാം. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു പേഷ്യൻ്റ് വന്നു. പീഡിയാട്രീഷ്യൻ ആയതുകൊണ്ട് കൊച്ചു കുട്ടികളെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരമ്മ വന്നിട്ട് പറയാം, ഇവന് 1 മാസമായി ചുമ, കുറേ ഡോക്ടർമാരെ കാണിച്ചു, നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അവർ ഫ്രാങ്കായിട്ട് തന്നെ പറഞ്ഞു കാര്യം അതുകൊണ്ടാണ്. ഞാൻ അത് മുഴുവൻ ഹിസ്റ്ററി ഡീറ്റെയിലായിട്ട് എടുത്തു, ഹെഡ് ടു ഫുട്ട് എക്സാം ചെയ്തു, എല്ലാം ചെയ്തു. ഒരൊറ്റ ഫൈൻഡിങ്, ഒരു പോസിറ്റീവ് ഫൈൻഡിങ്, ചെറിയൊരു അനീമിയ അല്ലാണ്ട് വേറെ ഒന്നും തന്നെ കാണില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയം പുറത്തിരിക്കും, എനിക്ക് ഈ കുട്ടിയുടെ ചുമയൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ തന്നെ അമ്മ വേഗം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അതിനെതിനെ പുറത്തിരിക്കണം, ഇതാ റെക്കോർഡിങ് കേൾപ്പിച്ചു വന്നു അവരുടെ ഫോണിൽ. ഡയഗ്നോസ് ആയിട്ട് വൂപ്പിംഗ് കോഫ്. അതുപോലെ തന്നെ വേറൊരു ഇതായിരുന്നു, ഒരു സ്ത്രീ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, കൊച്ചുകുട്ടി, 9 മാസം പ്രായ കുട്ടി, ഇവൻ്റെ അച്ചമ്മ എപ്പോഴെങ്കിലും വീട്ടിൽ വരും. അച്ചമ്മ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഒരു 5-6 മണിക്കൂർ ഉറങ്ങലാണ്. വീട്ടിൽ വലിയ കുടുംബ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് ഞാനിത് ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. എന്താ ഇതിന് കാരണം എന്താണ്? എത്ര ചൊഴിഞ്ഞ് ആലോചിച്ചിട്ടും എനിക്ക് ഒരു കാരണവും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അടുത്ത തവണ നിങ്ങൾ ഒന്നത് വീഡിയോ കൊണ്ടുവന്നു. അതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്തവണ കുളിപ്പിക്കുമ്പോൾ നോക്കിയത്. ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അമ്മ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുട്ടിയെ കുളിക്കുന്നത്. ആ സ്റ്റീം ഇങ്ങനെ പൊങ്ങണത് കാണുന്നുണ്ട്. ആൻഡ് അതിനകത്ത് തന്നെ നമുക്ക് ഡയഗ്നോസ് കിട്ടി, ഇറ്റ് വാസ് ഹോട്ട് വാട്ടർ എപ്പിലെപ്സി. അതുപോലെ ഈ ന്യൂബോൺ ബേബീസ് പോയി ഫോളോ അപ്പിന് വരുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ എപ്പോഴും മിച്ചുറേറ്റിംഗ് വീഡിയോ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്. 2-3 കൊല്ലമായി ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാമറ ഇല്ലാത്ത ഒരൊറ്റ മൊബൈലും ഇല്ലയെന്നാണ് തോന്നുന്നത്. എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും ക്യാമറയില്ല, മൊബൈലാണ് കാണാറ്. ഇപ്പോൾ ഇവരോട് പറയാറുണ്ട്. അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു 5-6 പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എനിക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ എൻ്റെ ക്ലിനിക്കിൽ നിന്ന് തന്നെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എനിക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻ്റ് വന്നിട്ട് പറയും, മിനിഞ്ഞാന്ന് കാണിച്ചതാണ്, അന്ന് കാണിച്ച ആ ചുമന്ന മരുന്നും പിന്നെ ഒരു വെള്ളം പോലെയുള്ളൊരു മരുന്നും ഉണ്ടായിരുന്നല്ലോ, അത് നിലത്ത് വീണ് പൊട്ടിപ്പോയി, അത് ഒരെണ്ണം കൂടി എഴുതിത്തരണം. ഒരു കാരണവശാലും എനിക്കത് ട്രേസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ പറ്റുന്നുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാ പേഷ്യൻസിനെയും അതിന് മുമ്പ് പറയും, നിങ്ങളുടെ ക്യാമറയിൽ ഫോണിലൊരു ഫോട്ടോ എടുക്കുക, എൻ്റെ പ്രിസ്ക്രിപ്ഷൻ അത് കീപ്പ് ചെയ്യുക. പ്രിസ്ക്രിപ്ഷൻ എടുക്കാണ്ടവർ പുറത്തിറങ്ങും, പക്ഷേ മൊബൈൽ എടുക്കാണ്ടവർ ഒരിക്കലും പുറത്തിറങ്ങില്ല. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ എന്തായിരുന്നു എന്നുള്ളത്. അതുപോലെ ഇതെന്താ നിങ്ങൾക്ക് അധിക പേർക്ക് ഇത് പേടി എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഡബിൾ എഡ്ജഡ് വെപ്പണാണ്.
ഒരുപാട് ഇൻകമ്മിങ് കോൾസ് വരും വിച്ച് ഡിസ്റ്റർബ് യുവർ സ്ലീപ്പ് ആൻഡ് യുവർ പ്രൊഫഷൻ, യുവർ പ്രാക്ടീസ് ആൻഡ് എവറിത്തിങ്. അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി സമയത്ത് ഒരിക്കലും എൻ്റെ ഫോൺ എടുക്കാറില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ 50% കോൾസും എന്തെങ്കിലും ഒരു ഫേവർ ചോദിച്ചോണ്ടാണ്, 40% കോൾസും എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് എൻ്റെ അടുത്ത് എത്തിക്കാനാണ്, വിച്ച് ഐ ഡോണ്ട് ലൈക്ക്. ആൻഡ് 5% ഗോസിപ്പിംഗ് ആയിരിക്കും. 5% ആണ് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കോൾ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ സെക്രട്ടറിയോ റിസപ്ഷനിസ്റ്റിനെയോ ഏൽപ്പിച്ചാൽ മതി, അവർ അറ്റൻഡ് ചെയ്തോളൂ ഈ കോളുകളെല്ലാം. പേഷ്യൻസിന് കോൾ ചെയ്യണമെങ്കിൽ ഒരു ഫിക്സഡ് ടൈം കൊടുക്കുക, വൈകുന്നേരം 7 മുതൽ 8 വരെ വിളിച്ചോളൂ, അത് മതി, അവരതിൽ തന്നെ വിളിച്ചോളൂ, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ ജുഡീഷ്യസ് ആയിട്ട് ഈ ഗാഡ്ജറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അധികം സമയം എടുക്കുന്നില്ല. ഈ നോളജ് ഓഫ് ദ പേഷ്യൻറ്റ്. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ടഫ് പേഷ്യൻസ് ആരായിരുന്നു വെച്ചാൽ ടീച്ചേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രശ്നക്കാർ മുഴുവൻ തന്നെ IT ആണ്. അമ്മ IT ആണെങ്കിൽ പ്രശ്നം പകുതി, ഒരു 70% പ്രശ്നം. രണ്ടാളും IT ആണെങ്കിൽ നമ്മൾ പെട്ടത് തന്നെ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇതെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്ത് കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് വരുന്നത്. ഇവരുടെ സംശയങ്ങളെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. അതിന് ഞാനിപ്പോൾ കണ്ടുപിടിച്ച വഴി എന്താണെന്ന് വെച്ചാൽ ഒരു പ്രിൻറ്റഡ് ഫോർമാറ്റ് വെച്ചിട്ടുണ്ട്, കുറേ നല്ല നല്ല സൈറ്റ്സ് അവർക്ക് അങ്ങോട്ട് കൊടുക്കും. ഈ സൈറ്റ് മാത്രം നിങ്ങൾ ഇനി മുതൽ നോക്കിയാൽ മതി. ഗൂഗിളിൽ പോയെന്ന് വെച്ചാൽ എല്ലാ ചവറുകളും അതിനകത്തുണ്ടാകും. ഇവർ ഏത് സൈറ്റ് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവർ വന്ന് ചോദിച്ചാൽ പലതും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മെഡിക്കൽ ബുക്സ് മാത്രമല്ലേ വായിച്ചിട്ടുള്ളൂ. ഷാർപ്പൻ യുവർ നോളജ് റെഗുലർലി. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും നമ്മൾ കുറച്ച് സാധാരണക്കാർ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാലേ നമ്മൾ സമൂഹത്തിൻ്റെ പൾസും സമൂഹത്തിൻ്റെ പ്രതികരണവും നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. വെറും ഡോക്ടർ ഫ്രണ്ട്സ് മാത്രമായ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. ഇവരുടെ അടുത്ത് നിന്ന് ഒരാൾ പറയായിരുന്നു, യു ആർ സെല്ലിങ് യുവർ ഐഡിയാസ്. ശരിയല്ലേ? നമ്മളത് തന്നെയല്ലേ ചെയ്യുന്നത്. ദേ ആർ സെല്ലിങ് ദെയർ ഗുഡ്സ്. ഒരു ബിസിനസ്മാൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഐഡിയാസ് ഷാർപ്പൺ ചെയ്യാൻ നമ്മൾ കിട്ടുന്ന ഇൻകത്തിൻ്റെ, നമുക്ക് കിട്ടുന്ന ഈ സർവ്വ സൗഭാഗ്യങ്ങളും സുഖവും സന്തോഷവും സമാധാനവും ധനവും എല്ലാം തന്നെ നമ്മുടെ നോളജ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നതാണ്. അതിനകത്ത് നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു 10% എങ്കിലും നിങ്ങളുടെ നോളജ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ CMEസും കഴിയുന്നതെല്ലാം അറ്റൻഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 1 CME ഇൻ 15 days. ആൻഡ് ഏതെങ്കിലും ഒരു ജേണൽ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക, എല്ലാ ലക്കങ്ങളും വായിക്കുക, ഏതെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ജേണൽ. ബി അറ്റൻറ്റീവ് ഓൾവേസ് ഇൻ യുവർ ക്ലിനിക്. പേഷ്യൻ്റ് പറയണത് കേൾക്കണം. ലിസൺ, ലുക്ക് ആൻഡ് സ്പീക്ക്. എൻ്റെ ബ്രദറിലോ ഹരികൃഷ്ണൻ, അദ്ദേഹം പറയാറുണ്ട് ഇടയ്ക്ക്, അദ്ദേഹം ഒരു മാർക്കറ്റിംഗ്, ഒരു NRE ആണ്, ഒരു കമ്പനിയുടെ, ഇൻ്റർനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുമ്പോൾ ഒരു ക്ലാസ് എടുക്കായിരുന്നു അവർക്ക്. അവരുടെ വർക്ക് ഫോഴ്സിന് 100-500 പേരിലുള്ള ഒരു വർക്ക് ഫോഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ പറയണത് കേൾക്കുക, ശരിക്ക് അതിനെക്കുറിച്ച് പഠിക്കുക, കാണുക, എന്നിട്ട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുക. അതിനാണ് ദൈവം നിങ്ങൾക്ക് 2 കണ്ണും 2 ചെവിയും 1 നാവും തന്നിരിക്കുന്നത്. അപ്പോൾ പല ഡോക്ടർമാരും പേഷ്യൻറ്റിനെ മിണ്ടാൻ തന്നെ വിടില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ 18 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യണം. എന്തിനാ ദൈവം ഇത് 2 തന്നത്? കേൾക്കുക അവർക്ക് പറയാനുള്ളത് മുഴുവൻ, കാണുക, വിശദമായിട്ട് എക്സാം ചെയ്യുക, ആൻഡ് സ്പീക്ക് ലെസ്. ഞാൻ അധികം സമയം എടുത്ത് ഇപ്പം തന്നെ നിങ്ങൾ ഒരുവിധം നന്നായി ബോറടിപ്പിച്ചു എന്ന് എനിക്കറിയാം. ആൻഡ് ദിസ് ഈസ് വെർ യുവർ റിയൽ ജേർണി സ്റ്റാർട്ട്സ്. Have a smart journey. Thank you. Thank you, sir. Next, I call upon Dr. Jitin, the PG Association representative, to please speak a few words. Dr. Jitin, please. Respected dignitaries on and off the dais, the shining stars of the day, 2010 batch MBBS. On this auspicious occasion, I am remembered of a famous quote. Mahatma Gandhi once said that, "Service is the noblest, which is rendered for its own sake." I congratulate you all for choosing this noblest of all profession and for passing out in flying colors. I want you all to take a minute, give a pat on your back, because you have made it. All these years of physical, emotional, and financial struggles, you have managed to become a doctor. What you have received now
is a great power. But with this power comes an even greater responsibility. You are now the carriers of hope, the beacon of light, pillars of strength for many. Remember, it's not just medical knowledge, but care, compassion, and humility that matters. Once you put these morals into your personality, you will no longer find this responsibility of alleviating sufferings a burden. Friends, as you know, life is not a smooth journey. It has got its own ups and downs. And you are the chosen people of God to assist others in their ups and downs. So it becomes an awesome responsibility. So once again, I wish you all the very best, all your future endeavors, your PG preparations, post-graduation life, your marriage, and everything. And may God's grace rest upon you as you strive to fulfill your duty towards humanity. And once again, congratulating you and reminding you have miles and miles to go before you sleep. Thank you. Thank you, Dr. Jitin. Finally, we invite the 2010 BDS representative, Dr. Gautam, to address the gathering. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായി ഇന്നിവിടെ ഗ്രാജുവേറ്റഡായ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഡെൻ്റൽ കോളേജിൻ്റെ പേരിൽ ഞാൻ ആശംസ അർപ്പിക്കുന്നു. ഭൂരിഭാഗം മെഡിക്കൽ ആസ്പിറൻസിനെയും പോലെ അത്ര വലിയ താല്പര്യത്തോടെയൊന്നുമല്ല ഞാൻ എൻ്റെ ഡെൻ്റൽ പ്രൊഫഷനിലേക്ക് വന്നത്. വിചാരിച്ചതിനേക്കാൾ 10 മടങ്ങ് ഇഷ്ടം ഇപ്പോൾ ഉണ്ടെങ്കിലും കൂടെ. അപ്പം അത് എന്നെ പോലെ തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉള്ളവരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു പേടി, ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഞങ്ങളോട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയായിരുന്നു. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു തരംതിരിവ് എന്നൊരു സംഭവം ഇല്ല എന്ന് ഞങ്ങൾക്ക് ആദ്യമായി കാണിച്ചു തന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളായ 2010 MBBS ബാച്ചായിരുന്നു. ഒരു വിരോധാഭാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചെറിയ ചില കലഹങ്ങളിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. പറയുമ്പോൾ തന്നെ അവരെ വരാൻ ചിരിക്കുന്നുണ്ട്. പക്ഷേ പണ്ടുള്ളവരൊക്കെ പറയും, അതായത് കലഹങ്ങളിൽ തുടങ്ങിയ ബന്ധം പലപ്പോഴും ആഴത്തിലുള്ളതായിരിക്കുമെന്ന്. ഇന്നും ഇവരിൽ പലരും തിരിഞ്ഞിരിക്കുമ്പം സ്നേഹത്തോടെ പോയി പുറത്ത് 2 എണ്ണം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിൻ്റെ ആഴം കൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. ഡെക്കാഡോക്സിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റൊരു ടോസ്റ്റായി പോകുന്നുണ്ട്, ഞാനതിന് മുതിരുന്നില്ല. എങ്കിലും കൂടെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഫുട്ബോൾ ടീമിനൊരു മേൽവിലാസം ഉണ്ടായി കൊടുത്ത, അല്ലെങ്കിൽ കലാരംഗത്തൊക്കെ പറയുകയാണെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജ് കണ്ട ഏറ്റവും നല്ല ഗായകരുടെ ഒരു നിര തന്നെ സമ്മാനിച്ച, ഇതൊക്കെ നമുക്ക് എപ്പോൾ ഓർക്കുമ്പോഴും മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. പിന്നെ ACME പറ്റി പറയുകയാണെങ്കിൽ പറക്കമുറ്റാറാവുമ്പം കുട്ടികളെ കൊത്തിയൊടിക്കുന്ന ഒരു അമ്മക്കിളിയുടെ സ്ഥാനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം പറക്കാറായി, പറഞ്ഞേ പറ്റൂ. ഇനി ഇതുപോലെ ഒരു മേൽക്കൂരയ്ക്ക് കീഴെ എപ്പോഴാണ് ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഉത്തരവാദിത്തങ്ങൾ പേറി നമ്മൾ പലരുമൊക്കെ പല ദിശയിലൊക്കെ ആയിരിക്കും. ചിലപ്പം തമ്മിലുള്ള ഇൻറ്റിമസിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും കൂടെ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരിക്കലും ഒരു കോട്ടം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ സഹോദരങ്ങൾക്ക് സകല ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you, Dr. Gautam. To raise a toast to the outgoing batch, we now have Dr. Athira Vishwam representing the 2011 batch. Honorable Chief Guest of the Day, respected Dr. Sudhindran, other dignitaries on the dais, dear parents, respected teachers, friends, and the stars of the day, my dearest, dearmost seniors, Tuket and Decadox. Good evening, everyone. First of all, ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് 2016 ഓഗസ്റ്റ് 10 എൻ്റെ മുന്നിലിരിക്കുന്ന ഈ യുവ ഡോക്ടർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണ്.
കലാലയത്തിലും ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ചരിത്രം സൃഷ്ടിച്ചതും ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ബാച്ച്. അത്തരം ഒരു സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ഒരു ബാച്ചാണ് ഈ യുവ ഡോക്ടർമാരുടെ 2K10 ഡെക്കാഡോക്സ്. നിങ്ങളിവിടുന്ന് പോകുന്ന കാരണം വെറുതെ പൊക്കിയടിക്കുകയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2K10 കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ടാലൻസിന്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ്. They've got lot of talents with them. ആൻഡ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂണിറ്റിയാണ്. They all stand together. അവരുടെ ബാച്ചിലുള്ള ഓരോ വ്യക്തിയുടെയും കഴിവ് പുറത്തു കൊണ്ടുവരാൻ അവർ ഓരോരുത്തരും എക്കാലവും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നമ്മൾ ഡാൻസിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ MJ5 ഒക്കെ പോലെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് ട്രൂപ്പ് തന്നെ തുടങ്ങാനുള്ള ആൾക്കാരുണ്ട്. ദ വെരി വേഴ്സറ്റൈൽ റൈസത്ത. ഈ ചേട്ടന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്പോർട്ട് ഡാൻസിലൊക്കെ മെലഡി ഇട്ട് കൊടുത്താലും ഡപ്പാങ്കൂത്തിട്ട് കളിച്ചാലും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഇജാസിക്ക, ദ വെരി ടാലന്റഡ് ആബിദിക്ക, ഊർമിള ചേച്ചി, ദേവി ചേച്ചി, കുറേ ചേച്ചിമാരുണ്ട്, ഷഫീജ ചേച്ചി, ശാലിൻ ചേച്ചി, പ്രീതു ചേച്ചി, എല്ലാവരുടെയും പേര് പറയുകയാണെങ്കിൽ ഇന്നൊരു ദിവസം തികയില്ല, അത്രയും മാത്രം ആൾക്കാരുണ്ട്. പിന്നെ ഇവരുടെ ഇടയ്ക്ക് കയറി വരുന്ന കൗബോയ് ക്യാപ്പൊക്കെ ഇട്ടിട്ട് വരുന്ന ഷഹീറേട്ടൻ, ആനന്ദേട്ടൻ. പിന്നെ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു ബാൻഡ് തുടങ്ങാം, അത്രയധികം ആൾക്കാരുണ്ട് ഇവർക്ക്. ചാത്തൻ എന്ന് വിളിക്കുന്ന അനൂപേട്ടൻ, ദ നൈറ്റിംഗേൽ ഓഫ് 2K10 MBBS ബാച്ച്, ദി ആര്യ ചേച്ചി, പിന്നെ പ്രാവണ്യ ചേച്ചി, പ്രാവെന്ന് വിളിക്കുന്ന നമ്മളെല്ലാവരും, പിന്നെ ലസ്നത്ത, ഗൗതം ചേട്ടൻ. പിന്നെ ഏറ്റവും അധികം ഇവരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവരുടെ സ്കിറ്റുകളാണ്. എല്ലാ പരിപാടികൾക്കും ഇവർക്ക് ഏറ്റവും നല്ലതായി നമുക്ക് തോന്നുന്ന ഇവരുടെ സ്കിറ്റുകളാണ്. എങ്ങനെ ഇവർ ഈ തീം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര രസകരമായി ഇവർ ഓരോ കാര്യങ്ങളും കൊണ്ടുവരും. ആക്ടിങ്ങിന് തന്നെ അനുശ്രീ ചേച്ചിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മിമിക്രി ആയാലും ഏതൊരു മോണോ ആക്ട് ആയാലും എല്ലാത്തിലും ദേ ആർ സൂപ്പർ ടാലന്റഡ്. ആബിദിക്ക ഒരു ഡ്രഗ് അഡിക്റ്റ് തൊട്ട് ചാർലിയിലെ ദുൽഖർ സൽമാൻ വരെ അനശ്വരമായി അഭിനയിച്ച് നമ്മളുടെ മുന്നിൽ കാണിക്കും. അത്ര ടാലന്റഡ് ആണ് ആബിദിക്ക. പിന്നെ റൈറ്റിംഗ് സ്കിൽസ്. ശ്രീലക്ഷ്മി ചേച്ചി കുഹാസ് ഫെസ്റ്റിലൊക്കെ പോയിട്ട് കവിതയൊക്കെ പറയുന്നതായിട്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ അല്ലേ ചേച്ചി എന്ന് വിചാരിക്കും. അത്ര നല്ല രസമായിട്ടാണ് ചേച്ചി കവിതയൊക്കെ പറയുക. അഞ്ജലി ചേച്ചി ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല, എന്തായാലും ചേച്ചി തന്നെ കൊണ്ടുപോകും. ഷീസ് ദി കമല ദാസ് ഓഫ് 2K10 MBBS ബാച്ച്. അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുറെ ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ട് ഈ ബാച്ചിൽ. ഇപ്പൊ ഊർമിള ചേച്ചി, അഞ്ജലി ചേച്ചി, ഇവരൊക്കെ വളരെയധികം വിമൻ എംപവർമെന്റിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്. കുറെ പേരുണ്ട് സർവ്വവ്യാപിയായ ആൾക്കാർ, എല്ലായിടത്തും ഇവരെ കാണാൻ പറ്റും. ഷഫീഖ് ഏട്ടൻ, അർജുൻ ചിത്തേട്ടൻ, നിബി ചേട്ടൻ, ഇവരൊക്കെ അവരുടെ ബാച്ച് മാത്രമല്ല നമ്മുടെ ബാച്ചിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ കൂടി ഇതെല്ലാം അവരുടെയും കൂടി ഒരു പ്രോബ്ലമായി കണ്ട് അതിലൊക്കെ ഇടപെട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. പിന്നെ സ്പോർട്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പ് നമുക്ക് നേടിത്തരാൻ സഹായിച്ചിട്ടുള്ള ഒരു ബാച്ച് ഉണ്ടെങ്കിൽ അത് 2K10 തന്നെയാണ്. മാർട്ടിൻ ചേട്ടൻ, അർജുൻ ചേട്ടൻ, അജയ് ചേട്ടൻ എല്ലാവരും വളരെയധികം നന്നായി നമുക്ക് വേണ്ടി ഒരുപാട് കപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ റെപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുൻ ചേട്ടനാണ് ഒരു ഏറ്റവും ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോഴാണ് സാന്ത്വനത്തിനെ കുറിച്ച് പറയേണ്ടത്. സാന്ത്വനം ഇവിടെ ഇപ്പം പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഞാനും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്കറിയുന്ന ഒരു ആളാണ് അരുൺ ഗോപി ചേട്ടൻ. ഏത് സമയവും നമ്മൾക്ക് ഒരു പേഷ്യൻ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി കൊടുക്കും, ഒരു മടിയും വിചാരിക്കാറില്ല. അതേപോലെ തന്നെ ഐശ്വര്യ ചേച്ചി, ചിത്ര ചേച്ചി, ഇവരൊന്നും ഒരിക്കലും ദേഷ്യപ്പെടാറേ ഇല്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വല്ലപ്പോഴും പേഷ്യൻസിനൊക്കെ ഫുഡ് ലേറ്റായി കൊടുക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അവരാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇത് വെറും ഒരു പ്രൊഫഷനായി കാണാണ്ട് ഇതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഡ്യൂട്ടി ഉണ്ട്. നമ്മളൊക്കെ ഒരു കമ്മിറ്റഡ് ആണ് ടു ദ സൊസൈറ്റി. പിന്നെ നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആസ് യു ഓൾ നോ ദ ഗോൾഡൻ ഗൂസ് ഓഫ് 2010 ഡെക്കാഡോക്സ് ഡോക്ടർ അശ്വിൻ വള്ളിയോട്ട്. എന്താ അശ്വിൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ കരുതി ഒരു പഠിപ്പിസ്റ്റാണ്, ചേട്ടൻ പഠിപ്പിസ്റ്റാണ്, ഒന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് എത്താൻ പറ്റിയ റേഞ്ചൊന്നുമല്ല. അടുത്ത ടാലൻറ്റ് ഷോയ്ക്ക് നമ്മൾ കണ്ടു ഫിലിം ക്വിസിൽ ചേട്ടന് ഫസ്റ്റ്, അന്താക്ഷരിക്ക് ചേട്ടന് ഫസ്റ്റ്,
ഒക്കെ കഴിഞ്ഞ് ഗാനമേളയ്ക്ക് അതാ കീബോർഡായിട്ട് നിൽക്കുന്നു. അപ്പം നമുക്ക് അപ്പം മനസ്സിലായി ഹീസ് എ മൾട്ടി ടാലൻറ്റഡ് ജീനിയസ്. ആക്ച്വലി പ്രൗഡ് ടു ബി ഹിസ് ജൂനിയർ ആക്ച്വലി. പിന്നെ ഇവർ തമ്മിൽ എപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട് പഠിത്തത്തിൻ്റെ കാര്യത്തിലായാൽ കൂടിയും. അനുലിസ് ചേച്ചി, അഞ്ജിത ചേച്ചി, അനുപോൾ ചേച്ചി, എല്ലാവരും. പിന്നെ ദി ഫാഷൻ ഐക്കോൺസ് ഓഫ് 2K10 ബാച്ച്, ലിൻഡ ചേച്ചി, മീനു ചേച്ചി, എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡും അവരെപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ലൈക്ക് നമ്മളൊക്കെ നോക്കിയിട്ട് ഇവർ ഇതൊക്കെ എവിടെ നിന്ന് നോക്കിക്കൊണ്ട് വരുന്ന അടിപൊളി ഡ്രസ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള എല്ലാം. പിന്നെ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ലൈക്ക് അതിൻ്റെ ഡെക്കറേഷൻ, ഇന്ന് ഈ സ്റ്റേജിൽ തന്നെ മിക്ക ഡെക്കറേഷൻ വർക്ക്സും ചെയ്തിട്ടുള്ളത് ഒരാളുടെ ക്രിയേറ്റിവിറ്റിയും അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു, അങ്ങനെ ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷനാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ദിവീന ചേച്ചി, ഫാത്തിമ ചേച്ചി, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. പിന്നെ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ LH ബൈക്ക് കയറ്റിയ ഒരാളുണ്ട്, സ്കൂട്ടി. വേറെ ആരല്ല, രമ്യ ചേച്ചി. ഇത്രയും ട്രാൻസിഷൻ വന്നിട്ടുള്ള ഒരാൾ, ഒരു നാടൻ പെൺകുട്ടിയിൽ നിന്നും പിന്നെ ബോബൊക്കെ ചെയ്ത് ഭയങ്കര ഫ്രീക്കായി. രമ്യ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഘനഗാംഭീര്യമുള്ള ഒരു ശബ്ദവും, എപ്പോഴും ആർച്ച ചേച്ചിയുടെ ഒപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു ചേച്ചി, ഭയങ്കര പഠിപ്പിച്ച ലുക്ക്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഭയങ്കര ഫ്രീക്കായിപ്പോയി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ ബാച്ചിൻ്റെ തന്നെ ബാക്ക് ബോൺ, ദി സ്പൈനൽ കോഡ് ഓഫ് 2K10 MBBS ബാച്ച്. ഈ ബാച്ചിൻ്റെ ശ്വാസം എന്നൊക്കെ പറയാവുന്ന ഒരാളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റായി പോയതല്ല, പുള്ളിക്കാരെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ലാസ്റ്റ് ആക്കിയതാണ്. ദി വൺ ആൻഡ് ഓൺലി ആർച്ച ചേച്ചി. ആർച്ച ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്നും ധൈര്യമില്ലാത്ത സമയത്തും ഒരു എനർജി ബൂസ്റ്റർ, അല്ലെങ്കിൽ പവർ പഫ് ഗേൾ. ഷീസ് ഓൾവേസ് ലൈക്ക് എപ്പോഴും എന്തിനും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ആർച്ച ചേച്ചി. പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും കായിക രംഗങ്ങളിലായാലും ഷട്ടിൽ ബാറ്റ് എല്ലാത്തിലും ചേച്ചി ഈസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ്. ഇത്രയുമൊക്കെ ആയ ഈ ബാച്ചിനെ കുറിച്ച് കുറച്ച് പേരൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്.